റാണി കൗസല്യ, കൈകേയി, സുമിത്രേ, വന്നാലും ദേവിമാരെ, ഇന്ന് പൗർണമി സുദിനമാണ്. ചന്ദ്രൻ പൂർണ്ണരൂപത്തിൽ ജ്വലിക്കുന്ന ഈ നല്ല നാളിൽ ഈ ദൈവാമൃതം നിങ്ങൾ സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശസ്തിയും പ്രതാപവും നിറഞ്ഞ തങ്കം പോലുള്ള പുത്രന്മാർ ജനിക്കുമെന്ന് അഗ്നിദേവൻ അരുളി ചെയ്തത്. മഹാരാജാവേ, ആനന്ദത്താലും അളവില്ലാത്ത സന്തോഷത്താലും എന്റെ മേനി കുളിരു കോരുകയാണ്. നിങ്ങൾ ചെന്ന് ചെറിയ തങ്ക കിണ്ണങ്ങൾ കൊണ്ടുവരൂ. ഇതാ ഞാൻ പോയി എടുത്തോണ്ട് വരാം. എന്റെ സ്നേഹം നിറഞ്ഞ ദേവിമാരെ, നമ്മുടെ സൂര്യവംശത്തെ വീണ്ടും ജ്വലിച്ച് പ്രകാശപൂരിതമാക്കാൻ ദൈവീക പുത്രന്മാർ പിറക്കണമേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചതിനു ശേഷം ഈ പായസം നിങ്ങൾ സേവിച്ചാലും ഈശ്വര, ഇനിയും ബാക്കിയുണ്ടല്ലോ. ശരി, നിങ്ങൾ 3 പേർക്കും സമമായി പകർന്നു തരാം. പ്രഭു, അങ്ങ് അമൃതം പകർന്നു തരാൻ പോവുകയാണെന്നറിഞ്ഞ് സുമിത്രയാണ് ആവേശത്തോടെ ഓടിച്ചെന്ന് കിണ്ണങ്ങൾ എടുത്തോണ്ട് വന്നത്. ആയതിനാൽ ഞങ്ങളുടെ പേരിൽ അത് അവൾക്ക് തന്നെ കൊടുത്തേക്കൂ. നല്ലത്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം സുമിത്രയ്ക്ക് ഇത് കൊടുക്കാം. ഇതാ സുമിത്രേ. ഈ ഭൂലോകത്തിന് വെളിച്ചം പകരുന്ന സൂര്യഭഗവാനെ, എന്റെ കുലദൈവമായി വാഴുന്ന ഞങ്ങളുടെയെല്ലാം രക്ഷകനെ, അങ്ങയുടെ അനുഗ്രഹത്താലും എല്ലാമായ ഭഗവാന്റെ കരുണയാലും ഗർഭം ധരിച്ചിരിക്കുന്ന എന്റെ 3 പത്നിമാരും തടസ്സങ്ങളൊന്നുമില്ലാതെ അവർ സൽപുത്രന്മാർക്ക് ജന്മം നൽകുവാൻ അങ്ങയുടെ കരുണയും അനുഗ്രഹവും ഉണ്ടാകണേ. കാത്തു രക്ഷിക്കണേ ഭഗവാനെ. മഹാരാജൻ, നമ്മുടെ മഹാറാണിമാരിൽ മൂത്തവരായ റാണി കൗസല്യദേവി ദൈവത്തെ പോലെ തേജസ്സുള്ള ഒരു തങ്കക്കുടത്തിന് ജന്മം നൽകിയിരിക്കുകയാണ്. അങ്ങനെയോ? എന്റെ ഉള്ളമെല്ലാം കോരിത്തരിക്കുന്ന നല്ല വാർത്തയാണിത്. തൊഴി, എനിക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്ത ആദ്യമായി എന്നോട് വന്ന് പറഞ്ഞ നിനക്ക് ഈ സ്വർണമാല നിനക്ക് പാരിതോഷികമായി നൽകുന്നു.
സൂര്യഭഗവാനെ, അങ്ങന്റെ ആഗ്രഹം കേട്ടു. എന്റെ ആഗ്രഹം പറഞ്ഞ ഉടനെ നിറവേറ്റി തന്നല്ലോ. മഹാരാജാവേ, 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 ആരാത്? മഹാരാജാവേ, മഹാരാജാ. ഓഹോ, എന്റെ സ്നേഹമയ്യായ കൈകയുടെ വളർത്തമ്മ മന്ദരയോ? അതേ മഹാരാജാവേ, ഞാൻ കൈകേയിയുടെ വളർത്തമ്മ തന്നെയാണ്. അവൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കണമെന്നും അവളോടൊപ്പം എന്നും ഉണ്ടാകണമെന്നും ആഗ്രഹമുള്ളതുകൊണ്ട് അവൾ അങ്ങയെ വിവാഹം കഴിച്ചു. കേകയ നാട്ടിൽ നിന്നും അയോധ്യയിലേക്ക് വന്നപ്പോ ഞാനും അവളുടെ കൂടെ വന്ന് ഇവിടെ തങ്ങാൻ തുടങ്ങി. അവൾ സൽപുത്രന്മാരെ പെറ്റ് ആവേശത്തോടെ ജീവിക്കാൻ വേണ്ടി ഓരോ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥന ഇന്നാണ് നിറവേറിയത്. നിങ്ങൾ എന്താണ് പറയുന്നത് മന്ത്രി? ഇടതടവില്ലാതെ പ്രകാശിക്കുന്ന സുദർശന ചക്രം പോലെ അഴകുള്ള ഒരു ആൺകുഞ്ഞിനെ എന്റെ കേകയ മഹാറാണി പ്രസവിച്ചിരിക്കുന്നു. മന്ത്രി, നിങ്ങൾ പറഞ്ഞ ആനന്ദകരമായ വാർത്ത കേട്ട് എന്റെ മനസ്സ് ആനന്ദക്കടലിൽ ആറാടുകയാണ്. അതിലില്ലാത്ത ആ ആനന്ദത്തിന് എടുത്തു കാട്ടാനായി ഇതാ ഈ മുത്തുമാല പാരിതോഷികമായി തരികയാണ്. മഹാരാജാവേ, ഞാൻ വിട പറയട്ടെ. മഹാരാജാവ് തിരുമനസിന് ഒരു സന്തോഷ വാർത്തയുണ്ട്. തോഴി, ഞാൻ ലോകത്തിലുള്ള മുഴുവൻ തേനും ഒരുമിച്ച് കുടിച്ച അവസ്ഥയിലാണിപ്പോൾ നിൽക്കുന്നത്. ആ തേനിന്റെ മാധുര്യം കൂട്ടുന്നതിലേക്കായി എന്ത് സന്തോഷ വാർത്തയാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത്? അതേ മഹാരാജൻ, ഞാൻ 2 സന്തോഷ വാർത്തയാണ് അങ്ങേക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. എന്നുവച്ചാൽ? അതേ മഹാരാജൻ, സുമിത്രാദേവി മുത്തും മാണിക്യവും ഒരുമിച്ച് ജനിച്ച പോലെ 2 അഴകുള്ള ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്നു. ഇതാ വാങ്ങിച്ചോളൂ. വളരെ നന്ദി തിരുമനസേ. നിക്ക്, 2 കുഞ്ഞുങ്ങളാണെന്നല്ലേ പറഞ്ഞത്? ഇതാ. അവിടുന്ന് വിട തന്നാലും. സൂര്യഭഗവാനെ, എത്ര സന്തോഷകരമായ വാർത്തകളാണിത്. എന്റെ വംശം നിലനിർത്താൻ ഒരു ആൺകുട്ടി പോലുമില്ലല്ലോ എന്ന് സങ്കോചപ്പെട്ട എനിക്ക് 4 പുത്രന്മാരെ നൽകിക്കൊണ്ട് എന്റെ വംശത്തെ ധന്യമാക്കിയിരിക്കുന്നു. ഇതിന് പകരമെന്നോണം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പകരമായി ഭഗവാനെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സൂര്യദേവ, സൂര്യദേവ. മഹാമന്ത്രി, അങ്ങ് കൃത്യസമയത്ത് തന്നെ എത്തി. ആ സന്തോഷ വാർത്ത കേട്ടായിരുന്നു. കുരുടന് കാഴ്ച കിട്ടിയതുപോലെ എന്റെ വംശം നിലനിർത്താൻ എനിക്ക് 4 കുഞ്ഞുങ്ങൾ പിറന്നിരിക്കുന്നു മഹാമന്ത്രി. അതെയോ? ആഹാ, ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ് മഹാമന്ത്രി. ഈ ആനന്ദവും സന്തോഷവും നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല. ആയതിനാൽ എനിക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത നാട്ടിലുടനീളം പെരുമ്പറ മുഴക്കി അറിയിക്കൂ. ആയിക്കോട്ടെ രാജൻ. ക്ഷേത്രങ്ങളിൽ 6 കാല പൂജകൾ നടത്താൻ അടിയൻ ഏർപ്പാട് ചെയ്യാം. അങ്ങേക്ക് അരുമ മക്കൾ പിറന്ന ഈ സുദിനത്തിൽ മുത്തും പവിഴവും രത്നങ്ങളുമെല്ലാം അടിയൻ വാരിക്കോരി കൊടുക്കുന്നതായിരിക്കും. ഈ ദിനത്തിൽ പ്രജകളെല്ലാം ആടിപ്പാടി സന്തോഷിക്കട്ടെ. ഈ അയോധ്യ മഹാനഗരം ഇന്നു മുതൽ ആടിയും പാടിയും സന്തോഷിക്കട്ടെ. അതെ, പ്രജകളെല്ലാവരും ഈ പൊൻനാളിനെ ആനന്ദത്തോടെ കൊണ്ടാടട്ടെ. கொண்டாடுவோம், நாம் கொண்டாடுவோம், மன்னர் குலம் தழைத்தோங்குமென பண்பாடுவோம்.
திருநாள் மலர்ந்ததடி, பூக்காத சோலைகள் பூத்ததடி. பொன்னான திருநாள் மலர்ந்ததடி, பூக்காத சோலைகள் பூத்ததடி. மண்ணாளும் தசரத மன்னருக்கு மக்கள் செல்வங்கள் பிறந்ததடி. மண்ணாளும் தசரத மன்னருக்கு மக்கள் செல்வங்கள் பிறந்ததடி. கொண்டாடுவோம் நாம் கொண்டாடுவோம், மன்னர் குலம் தழைத்தோம் புகழ பண்பாடுவோம். ஆறுகள் குளங்கள் நிறைந்ததடி, ஆகாயம் தேன்மழை பொழிந்ததடி. ஆறுகள் குளங்கள் நிறைந்ததடி, ஆகாயம் தேன்மழை பொழிந்ததடி. சூரியன் கூட தகிக்காமல் சுகமாய் வெயில் சிந்துதடி. சூரியன் கூட தகிக்காமல் சுகமாய் வெயில் சிந்துதடி. கொண்டாடுவோம் நாம் கொண்டாடுவோம், மன்னர் குலம் தழைத்தோங்கும் எனப் பண்பாடுவோம். கொண்டாடுவோம் நாம் கொண்டாடுவோம், மன்னர் குலம் தழைத்தோங்கும் எனப் பண்பாடுவோம். ഏയ്, ഞങ്ങൾ ചെയ്ത പുണ്യങ്ങളെല്ലാം ഒരു വഴിത്തിരിവായി വന്നതുപോലെ ഞങ്ങളുടെ കുലത്തിന് അനുയോജ്യനായ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ അങ്ങയുടെ നന്മയാലും ഭഗവാന്റെ കരുണയാലും എനിക്ക് 4 പുത്രന്മാർ പിറന്നിട്ട് ഇന്നേക്ക് 13 ദിവസമാകുന്നു. ആയതിനാൽ വിധിപ്രകാരം ചെയ്യേണ്ട എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായി കുഞ്ഞുങ്ങളെ തൊട്ടിലിൽ കിടത്താൻ പോകുന്നു. അതിനു മുമ്പ് അങ്ങയുടെ തിരുനാവ് കൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് പേരിടൽ കർമ്മം നടത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നല്ലത് തന്നെ ദശരഥ. അങ്ങയുടെ 3 പത്നിമാരിൽ മൂത്തവളായ കൗസല്യ ജന്മം നൽകിയ മൂത്തപുത്രൻ മേടമാസത്തിൽ ശുക്ലപക്ഷം നവമി തിഥിയിൽ ദേവേന്ദ്രനു ജന്മം നൽകിയ അതിഥി ദേവതയുടെ പുണർദം നക്ഷത്രത്തിൽ കടകലഗ്നത്തിൽ സർവലോകങ്ങളാലും നമസ്കരിക്കപ്പെടുന്ന ശ്രീ മഹാവിഷ്ണുവിന്റെ ഒരു അംശമായി അവതരിച്ചിരിക്കുകയാണ്. സത്യമാണോ ഗുരുവേ? അതുമാത്രമല്ല, ലഗ്നത്തിൽ ചന്ദ്രന്റെ അപകാരമുള്ളതിനാൽ സൂര്യൻ, ചൊവ്വ, രാഹു, ശുക്രൻ, ശനീശ്വരൻ തങ്ങളുടെ ഉച്ചസ്ഥായിയായ മേടം, മകരം, കർക്കിടകം, മീനം, തുലാം എന്നീ രാശികളിൽ മികവായി ഭവിച്ചിരിക്കുന്നു. അത്രയും ഉന്നതമായ ജാതകമുള്ള അങ്ങയുടെ മൂത്തപുത്രന് ലോകത്തെ കാക്കുന്ന മഹാവിഷ്ണുവിന്റെ തിരുനാമമായ നാരായണൻ എന്ന പേരിൽ നിന്ന് രാ എന്ന മന്ത്രാക്ഷരവും സംഹാരമൂർത്തിയായി നിൽക്കുന്ന ശിവഭഗവാന്റെ നമശിവായ എന്ന മന്ത്രത്തിൽ നിന്ന് മാ എന്ന മന്ത്രാക്ഷരവും എടുത്ത് തമ്മിൽ ഒന്നു ചേർത്ത് ഉച്ചരിക്കപ്പെടുന്ന താരകമന്ത്രമായ രാമ എന്ന ബീജാക്ഷരത്തെ പേരായി നാം പ്രഖ്യാപിക്കുന്നു. ആയതിനാൽ ചക്രവർത്തിയുടെ മൂത്തപുത്രനായ ഈ കുഞ്ഞിന് ഇന്നു മുതൽ രാമൻ ശ്രീരാമചന്ദ്രമൂർത്തി എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നതാണ്. ആഹാ, അതിശയകരമായ ജാതകം. ഇനി അയോധ്യയുടെ പേരും പ്രശസ്തിയും ദശാബ്ദത്തോളം തന്നെ നിലനിൽക്കും. ദശരഥ, കേകയ നാട്ടിലെ രാജകുമാരിയും അവിടത്തെ പ്രിയപത്നിയായ കൈകേയിക്ക് ശനി ഭഗവാന്റെ തിരുനക്ഷത്രത്തിൽ പിറന്നതും മഹാവിഷ്ണുവിന്റെ തൃക്കൈയിലെ സുദർശന ചക്രം പോലെ വിളങ്ങുന്നതുമായ പൂയം നക്ഷത്രത്തിൽ ഒരു പുണ്യാത്മാവിനെയാണ് ജന്മം നൽകിയിരിക്കുന്നത്. ഈ ഭൂഖണ്ഡത്താൽ പ്രശംസിക്കപ്പെടുന്ന ഈ കുമാരന് ഭരതൻ എന്ന് നാമകരണം ചെയ്യുന്നു.
രാമസഹോദരൻ ഭരതൻ. ഗുരുദേവ, സുമിത്ര ജന്മം നൽകിയ എന്റെ 2 പുത്രന്മാരുടെയും പ്രത്യേകത എന്താണ്? അയോധ്യയുടെ മികവുറ്റ രാജാവായ ദശരഥ, ഈ 2 ആൺമക്കളും വിഷ്ണു ഭഗവാൻ മൂലമൂർത്തിയായിട്ടുള്ള ബുധന്റെ നക്ഷത്രമായ ആയില്യത്തിൽ കടകലഗ്നത്തിൽ പിറന്നിരിക്കുന്നതിനാൽ ഇവർ ഭഗവാനെ വിട്ട് ഒരിക്കലും പിരിയാത്ത ആദിശേഷനും വെൺശങ്കും ചേർന്നതാണ്. അതിനാൽ ഭഗവാന്റെ സേവയെ തന്റെ ലക്ഷ്യമായി കണ്ട് ജീവിക്കാൻ പോകുന്ന സുമിത്രയുടെ മൂത്ത പുത്രന് ലക്ഷ്മണനെന്നും ശത്രുക്കളെ ജയിക്കാൻ മികവുള്ള ഇളയപുത്രനെ ശത്രുഘ്നൻ എന്നും പേര് വിളിക്കുന്നു. ലക്ഷ്മണൻ, ശത്രുഘ്നൻ. രാജപത്നിമാരെ, മൂലനക്ഷത്രവും ധനുരാശിയും ചേർന്ന ഈ നല്ല നാളിൽ ഗുരുവിന്റെ അനുഗ്രഹവും നേടിയ ഈ വേളയിൽ നിങ്ങളുടെ പുത്രന്മാരെയെല്ലാം തൊട്ടിലിൽ കിടത്തി താരാട്ടു.